ഹലോ ഗൈസ്, അപ്പോൾ കർക്കിടക ലേഹം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് 800 ഗ്രാം കരിപ്പട്ടി ശർക്കര ഉരുക്കിയതാണ്. പിന്നെ നമുക്ക് തേങ്ങയുടെ 3-ാം പാല്, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, കടല ഇവ 50 ഗ്രാം വീതം എടുത്ത് പൊടിച്ചെടുത്തത്. പിന്നെ ഈത്തപ്പഴം 400 ഗ്രാം വെള്ളത്തിൽ പൊതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ 400 ഗ്രാം പുഴുങ്ങിയിട്ട് തേങ്ങയുടെ 3-ാം പാല് ചേർത്ത് അരച്ചെടുത്തത്. പിന്നെ 1-ാം പാല്, 2-ാം പാല്, പിന്നെ മഞ്ഞപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, കൂവപ്പൊടി, ഗോതമ്പ് പൊടി, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, രാഗിപ്പൊടി, പിന്നെ 100 ml നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ പൊതിർത്തി വെച്ചിട്ടുള്ള ഈത്തപ്പഴം നമുക്ക് 3-ാം പാല് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ചൂടാക്കിയ ശേഷം നമുക്കൊരു 3 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഗോതമ്പ് പൊടി, മഞ്ഞപ്പൊടി, രാഗിപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, കൂവപ്പൊടി ഇതൊക്കെ നന്നായി വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാല് ഉലുവ മിക്സിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാരക്ക അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ബദാം ആ പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർക്കാം. അതുപോലെ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ല ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള ആ നെയ്യ് മൊത്തം ചേർത്ത് കൊടുക്കാം. നമ്മൾ 100 ml ഒരു ബോട്ടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബാക്കി വന്ന നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓപ്ഷനിലാണ്, നമുക്ക് തേങ്ങാ മരുന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാക്കറ്റിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി ഇളക്കി നമുക്കിതിങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ കാലം ഇതിങ്ങനെ കേട് വരാതിരിക്കും. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഉരുളാക്കാൻ കഴിയണം. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമ്മളിതാ ലീഹ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.